കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതെ, ഇങ്ങോട്ട് വരണ്ട. ഇവിടെ എൻ്റെ ഒരു അളിയുണ്ട്. ഓ, കള്ളം 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 കള്ളം. ഓ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ പുറകെ നടക്കും. CD പണിയാണ്. തുളസി ഒരു കാര്യം ചെയ്യ്, ബസ് സ്റ്റാൻഡിൻ്റെ പിറകെ നിന്നാൽ മതി. ഞാൻ കാശും കൊണ്ട് അങ്ങോട്ട് വരാം. ഓക്കെ? നമസ്കാരം. സുഖമായി പതിവില്ല. നമസ്കാരം. എനിക്ക് അളിയൻ്റെ അടുത്തുള്ള നമസ്കാരം പറയാൻ പറ്റൂ? അതെ, നന്ദി, നമസ്കാരം. നമസ്കാരം. അളിയാ, ഒന്ന് മൊബൈൽ തരുമോ അളിയ? എന്തിന്? ഒന്ന് വിളിച്ചിട്ട് തരാം. എന്തിന്? ഒരാളെ വിളിക്കാൻ വേണ്ടി. മൊബൈലൊന്നും തരൂല. ഒറ്റ വിളിയും വേണ്ട, ഇരട്ട വിളിയും വേണ്ട. മൊബൈൽ തരൂല. അളിയെ വിളിച്ചിട്ട് ഇപ്പൊ തരാം. ഇടേ, എൻ്റെ മൊബൈലോ ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളോ സാധനങ്ങളോ ടൂൾസോ ഞാൻ വേറെ ആരും ഉപയോഗിക്കാൻ കൊടുക്കൂല. എന്റെ മൊബൈൽ കാശില്ലാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒറ്റ വിളിച്ചിട്ട് ഇപ്പൊ തരും. ഇവിടെ തരൂല എന്ന് പറഞ്ഞാൽ തരൂല. അളിയന്റെ മുമ്പിൽ നിന്ന് തന്നെ വിളിക്കാം. എവിടെ നിന്ന് വിളിക്കാം? നീ എന്റെ മുമ്പിൽ നിന്ന് വിളിച്ചാലും പറയുന്ന വിളിച്ചാലും എന്റെ മൊബൈൽ തരൂലടേ. നീ പോടാ. തരൂല, സത്യം തരൂല. എന്നാ വെച്ചോ, കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ വയ്ക്കാം. നീ എന്നെ വയ്ക്കാതിരുന്നാ മതി. കൃഷ്ണ തുളസി കണ്ടെഴുതുമ്പോൾ പാടാനുള്ള കഴിവ് നിനക്ക് ദൈവം തന്നിട്ടുണ്ടല്ലടാ. ഇരുന്ന് പാട്. നല്ല പാട്ട് പാടടാ. പാട്. പാടടാ, കേക്കട്ടെ. നീ ഒരുപാട് നാളായല്ലോ നീ പാടിയിട്ട്. കേക്കട്ടെ, പാട്. സരിഗ പനിസ സനി ബഗരിസ. മനതാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ തുളസി. തുളസി നല്ലൊരു പാട്ടാ. ബസ് സ്റ്റാൻഡ് നടക്കട്ടെ നടക്കട്ടെ. മാമനെ, നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കാം. സിപ്പപ്പാണോ പരിപ്പുടയാണോ? അതല്ല, അത് മാമ വാങ്ങിച്ചു തരാം. ഇപ്പൊ മക്കള് അച്ഛന്റെ മുറിയിൽ പോണം. പോയിട്ട് അച്ഛന്റെ മൊബൈൽ ഇങ്ങ് എടുത്തോണ്ട് വരണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാ മാമ. എന്താ ബുദ്ധിമുട്ട്? ഭയങ്കര പാടാ. എന്ത് പാട്? പോയി എടുത്തിട്ട് വന്നാ മതിയടാ. അടിക്ക് നെല്ലിപ്പിള കളിക്കുന്ന അവിടെ. അച്ഛൻ അടിക്കുന്നു. അച്ഛനാ? അച്ഛൻ കാണാതെ എടുത്താ മതി. മാമ ഒരു വഴി പറഞ്ഞുതരാം. പറ്റുമോ? അടിപൊളി മാമ. മാമ കർഷകനാകേണ്ട ആളേ അല്ല. സത്യം. ശരി. അച്ഛാ, ഇവൻ പറയുന്ന ഈ മൊബൈൽ നന്നാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആണോ? ആര് പറഞ്ഞോടാ? മാമൻ. മാമൻ. അയ്യ, എടാ അവര് കളക്കാല്ലാതെ വേറെ എന്തിനെ പറ്റിയെങ്കിലും അറിയടാ. പിന്നെ അച്ഛാ, അച്ഛന്റെ ഫോൺ ശരിയാക്കാൻ അറിയാവോ? പിന്നെന്ത്? ഫോണൊക്കെ ശരിയാക്കോ അച്ഛൻ? അച്ഛാ, ഇപ്പൊ ഈ മൊബൈലിന്റെ പുറകുവശത്ത് 4 വിരലും കൊണ്ട് ഇങ്ങനെ അടിച്ച ഈ മൊബൈലിന്റെ പുറകുവശം ഇളകി വരുമോ? അതായത് ഈ മൊബൈലിന്റെ പുറകുവശത്ത് 4 വിരലും കൊണ്ട് ഇങ്ങനെ അടിച്ച ഈ മൊബൈലിന്റെ പുറകുവശം ഇളകി വരുമോ? മാമൻ പറഞ്ഞെന്ന് അറിവാ. ബെസ്റ്റ്. എടാ, അവന്റെ തലക്കകത്തെ ചാണകമാണ്. എന്തിനെ പറ്റിയെങ്കിലും വിവരം ഉണ്ടോടാ? നിങ്ങൾ അതൊക്കെ കേട്ട് വിശ്വസിച്ചാ? കഷ്ടം. എടാ, എന്ത് ലോജിക്ക് ഉണ്ടോടാ? ഇങ്ങനെ അടിക്കുമ്പോ മൊബൈലിന്റെ കവർ ഇളകുമോ? ഓരോന്ന് പറഞ്ഞ് പിള്ളേരെ ആവശ്യമില്ലാതെ നീയാണ് ആവശ്യമില്ലാതെ പിള്ളേരെ മണ്ടത്തരം പറഞ്ഞ് പഠിപ്പിക്കണത്. മണ്ടത്തരോ? എന്ത്? മൊബൈൽ എടുത്തോണ്ട് ഓടിക്കുന്നത്. മൊബൈൽ എടുത്തോണ്ട് ഓടിക്കണേ. മൊബൈൽ എടുത്തോണ്ട് ഞാനൊരു കാര്യം പറയാം. എന്റെ സാധനം ആരും എടുക്കാൻ ഇഷ്ടമല്ല. അത് പിള്ളേരായാലും ശരി, നീ ആരും ശരി. എടാ, ഇങ്ങനെ അടിക്കുമ്പോ എങ്ങനെയാടാ മൊബൈൽ തുറക്കണേ? എങ്ങനെ? ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. പറഞ്ഞില്ലടാ. ഇങ്ങനെ അടിക്കുമ്പോ അല്ല, ഇങ്ങനെ അടിക്കുമ്പോ തുറക്കും.
എന്താ ഇങ്ങനെ അടിച്ചാലും തുറക്കുമെന്ന്? ഇങ്ങനെ അടിച്ചാൽ തുറക്കുമല്ലോ. ഇങ്ങനെ മനപ്പൂർവ്വം അടിക്കാൻ കൈ വാങ്ങിയാടാ കള്ളായി. ആരാ വരുന്നു? ചേട്ടാ ഈ അയൺ ബോക്സ് ഒന്ന് ശരിയാക്കണം. നടക്കില്ല. എന്താ? കിടപ്പാണ്, പൂർണ്ണ വിശ്രമം വേണം. ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഏട്ടാ. സ്വന്തം അളിയാ എനിക്ക് പോലും കയറി കാണാൻ പറ്റൂല. പണി നിർത്തി, ഉപകരണം എല്ലാം വിറ്റ്. അപ്പൊ ഞാനിത് വച്ചിട്ട് പോട്ടെ, പിന്നെ ശരിയാക്കി തന്നാ മതി. ഇതോ? ആ വച്ചിട്ട് പോകാൻ? ആ വച്ചിട്ട് പോണേ വച്ചിട്ട് പോ. പക്ഷെ ഇതുപോലെ മുമ്പൊരെണ്ണം ശരിയാക്കി കൊടുത്ത് അത് പൊട്ടിത്തെറിച്ച് അയാൾ കൊണ്ട് കണക്ട് ചെയ്ത് പൊട്ടിത്തെറിച്ച് ഇവിടെയൊക്കെ പോയി. വേണ്ട, ഞാൻ കൊണ്ടോക്കോളാം. ശരി. ആടാ അത് ഏത്? ഇപ്പൊ വന്നാടന്ന്. ആരാന്ത്? എനിക്കങ്ങനെ അറിയാം. നീ പേര് വെച്ചില്ലേ? പറഞ്ഞവരും പോണവരും പേര് വയ്ക്കാൻ ഞാൻ എന്ത്? എടാ എന്നെ കാണാൻ പറഞ്ഞവരാ, നീ എന്തിനു പറഞ്ഞു വിട്ടത്? എന്നെ കാണാൻ ആരും വന്നില്ലല്ലോ. എടാ എന്നെ കാണാൻ വന്നില്ലടാ, ഇപ്പം സാധനം നന്നാക്കാൻ വേണ്ടി വന്നില്ലേ? അവനെല്ലാം നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നെ കാണാൻ ആരും വന്നില്ലല്ലോ. എടാ നിന്റെ ഒരു മണ്ടൻ കണാപ്പി അളിയുണ്ടല്ലോ ഇവിടെ ബാലു, ഞാൻ എന്നെ കാണാൻ വന്നവനെ നീ എന്തിനു പറഞ്ഞു വിട്ടെന്ന് കിണിക്കണ മണ്ടൻ കിണാപ്പ്. ഡേ നിന്റെ സഹോദരിയുടെ ഇവിടെ നിന്ന് കരുതിയേ കൂടുതൽ അധികാരം കാണിക്കരുത്. അളിയനെ അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു വിട്ടതേ അവര് ശരിയാക്കാൻ കൊണ്ടുവന്ന സാധനം അളിയാൻ കുളമാക്കി കൊടുക്കുമല്ല. അപ്പൊ അവര് കുത്തിന് പിടിക്കാൻ വരും. അപ്പൊ ഞാൻ എന്നെ കാണുള്ളൂ സോൾവ് ചെയ്യാൻ. അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. തറ വില കാണിക്കാതെടാ. അളിയനും കൂടുതൽ തറ വില കാണിക്കണ്ട. ചേച്ചി വരട്ട്, തെളിവുണ്ട്. തെളിവാര് മറ്റേ നീ സി ഐ ഡിയാ തെളിവ് കണ്ടുപിടിക്കാൻ? തെളിവ് വലിച്ചു ഊരി മണ്ടടിച്ചെടുക്കേ. പിന്നെ ഊര് വാടാ വീടായി പോയി. തെളിവ് കണ്ടുപിടിക്കാൻ കിടക്കണം. ആരെങ്കിലും വല്ലപ്പോഴും വല്ലം കൊണ്ട് നന്നാക്കാൻ വരുമ്പോ അവന്മാരെ മണ്ട കൊണാപ്പി നീ പോന്നി ചിലപ്പോഴേ ഊര്.